നമസ്കാരം സുഹൃത്തുക്കളെ, ഞാൻ ജിനു. നമ്മളിന്ന് കൃഷിയുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ് പറയാൻ പോകുന്നത്. ഡ്രമ്മിൽ എങ്ങനെ കൃഷി ചെയ്യാം. ഡ്രം എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ വാങ്ങിക്കാൻ കിട്ടുന്ന ഡ്രംസ് ഉണ്ട്. ഈ സെക്കൻഡ് മാർക്കറ്റിൽ കിട്ടുന്ന ഡ്രമ്മുണ്ട്. അപ്പോൾ ചെടിച്ചട്ടിയിൽ കൃഷി ചെയ്യാതെ അല്ലെങ്കിൽ ഗ്രോ ബാഗിൽ കൃഷി ചെയ്യാതെ ഈ ഡ്രമ്മിൽ എന്തുകൊണ്ട് കൃഷി ചെയ്യണം, അതിൻ്റെ മെച്ചങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് ഞാൻ ഇതിന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യമേ ഞാൻ പറയട്ടെ, ഡ്രം നമുക്ക് ഞാൻ വാങ്ങിച്ചത് ഓൺലൈനിലാണ്. നമുക്ക് എല്ലാ സ്ഥലത്തും അതായത് സ്ഥലത്ത് ഇത് വിൽക്കുന്ന കച്ചവടക്കാരെ ഉണ്ടാവും. അപ്പോൾ ഞാൻ മാർക്കറ്റ് പ്ലേസ് വഴി എടുത്തത്. അതെടുത്ത് കഴിഞ്ഞ് ഈ ഡ്രം വാങ്ങിച്ചാൽ ഇതിനൊരു ഗുണം എന്ന് പറഞ്ഞാൽ, ഞാനിപ്പോൾ ഒരു ഇടത്തരം ഡ്രമ്മാണ് വാങ്ങിച്ചിരിക്കുന്നത്. ഡ്രം കണ്ടോ, ഈ സൈസ് കണ്ടോ, ഈ ഡ്രം. ഈ ഡ്രമ്മിനെ നമ്മൾ വാങ്ങിച്ച് രണ്ട് പീസാക്കിയിട്ട് എടുക്കുക. അപ്പോൾ രണ്ട് പീസാക്കി എടുക്കുമ്പോൾ രണ്ട് ചട്ടിയാണ് നമുക്ക് കിട്ടുന്നത്. ഇതിൻ്റെ മെച്ചങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ ഡ്രം കൊണ്ട് നമ്മൾ കൃഷി ചെയ്യുന്നതിൻ്റെ പ്രത്യേകത എന്താണ്? ഇപ്പോൾ ഗ്രോ ബാഗ് ഉണ്ടല്ലോ, അത് ചെയ്താൽ പോരെ, ചെടിച്ചട്ടി ഉണ്ടല്ലോ എന്ന് നിങ്ങൾക്ക് തോന്നാം. പക്ഷേ ഗ്രോ ബാഗ് എനിക്ക് തോന്നുന്നില്ല ഒരു കൃഷി കൂടുതലൊന്നും. സാധാ ലോ ഗ്രോ ബാഗ്, ഇത് വില കുറഞ്ഞ ഗ്രോ ബാഗ് ഉണ്ട് 30 രൂപ 40 രൂപ കിട്ടുന്നത്. ഒരു പ്രാവശ്യത്തെ കൃഷി കൊണ്ടുകൂടി അത് നശിക്കും. അതിൻ്റെ മൂട് കീറി നമ്മൾ ഇളക്ക് വന്നിട്ടുണ്ടെങ്കിൽ ചൂട് കീറിയിട്ട് അത് പോവും. അത് എടുത്ത് മാറ്റാനുള്ള അസൗകര്യമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് ഗ്രോ ബാഗിന്. ഏറ്റവും കൂടിയ ഗ്രോ ബാഗ് ഉണ്ട്, ഇപ്പോൾ ഒരു ഡബിൾ കളറിൽ വരുന്ന ചാക്ക് വലിയ ഗ്രോ ബാഗ് ഉണ്ട്. എനിക്ക് 100 രൂപ വിലയാൻ തോന്നുന്നു ഈടാക്കുന്നത്. അപ്പോൾ അതിന് പ്രൈസാണ്. അത് ഈ പറഞ്ഞ 2 വർഷത്തിൽ കൂടുതൽ നിൽക്കുന്നതിന് തോന്നുന്നില്ല, അത്രയുണ്ട്. ഈ ഇതെന്ന് പറഞ്ഞാൽ ഫുഡ് കണ്ടെയ്ൻസ് വരുന്ന ഇതാണ്, ഡ്രമ്മാണ്. അത് ഫുഡിൻ്റെ സാധനങ്ങളൊക്കെ വിദേശത്തു നിന്ന് നമ്മുടെ നാട്ടിലേക്ക്, വിദേശത്തു നിന്നല്ല നമ്മുടെ കമ്പനികളിൽ നിന്നൊക്കെ വരുന്ന സാധനം. അത് ഹൈ ക്വാളിറ്റി പ്ലാസ്റ്റിക്കാണ് യൂസ് ചെയ്യുന്നത്. പ്ലാസ്റ്റിക് എന്ന് പറയാൻ പറ്റും, പ്ലാസ്റ്റിക്കാണ്, ഹൈ ക്വാളിറ്റിയാണ്, നല്ല തിക്നെസ്സാണ് ഈ വരുന്നത്. ഇത് വെയിലത്തും മഴയത്തേക്ക് എത്ര കടന്ന് പറഞ്ഞാൽ നശിക്കത്തില്ല. എങ്ങനെ പോയാലും 10 വർഷം ഉറപ്പായിട്ട് നിൽക്കും. നമ്മുടെ പെയിൻറ്റ് ബക്കറ്റ്, അപ്പോൾ പെയിൻറ്റ് ബക്കറ്റിനെക്കാട്ടിലും ക്വാളിറ്റി കൂടിയൊരു സാധനമാണ് ഈ ഡ്രം. അപ്പോൾ ഇങ്ങനത്തെ ഡ്രം എന്ന് പറഞ്ഞാൽ ഫുഡ് വേസ്റ്റ് വരുന്ന സാധനമാണ്. അപ്പോൾ ഇത് വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഇതിൻ്റെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. കാരണം ഇത് മുളകിൻ്റെ സത്ത്, മഞ്ഞളുടെ സത്ത് ഇങ്ങനെയൊക്കെ വരുന്നതായിരിക്കും. പിന്നെ ചോക്ലേറ്റ്സ് വരുന്നുണ്ട്, പക്ഷേ അതിന് വില കൂടുതലായിരിക്കും. അതിനധികം മെനക്കെടില്ല. ഈ രീതിയിലായിരിക്കും നമുക്ക് ഒരു ഡ്രം നമുക്ക് ആദ്യം കിട്ടുന്നത്. ഇത് കിട്ടിക്കഴിയുന്നുണ്ടെങ്കിൽ നമ്മൾ സെക്കൻഡ് മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ച് കഴിഞ്ഞാൽ ഇത് കഴുകിയെടുക്കണം. അതൊരു പ്രശ്നമാണ്. നമ്മൾ ഈ അടപ്പ് തുറന്ന് ആദ്യം വെള്ളമടിച്ച് ഇതൊന്ന് കഴുകി, കാരണം ഈ മുളക് പൊടിയുടെ സത്തൊക്കെ വരുന്നത് ഭയങ്കര നീറ്റിലായിരിക്കും. അത് ഒന്ന് ഒരു പ്രാവശ്യമുള്ളൂ സോപ്പൊടി ഇട്ട് നമ്മളൊന്ന് കഴുകി എടുത്ത് കഴിഞ്ഞാൽ ഓക്കെയാണ്. അല്ലെന്നുണ്ടെങ്കിൽ ഇത് കട്ട് ചെയ്യണം. കട്ട് ചെയ്തിട്ട് നമ്മൾ കട്ടർ വെച്ചിട്ട് നമ്മൾ ചേട്ടനെ കൊണ്ടാണ് ഇത് കട്ട് ചെയ്തത്. ഒരു മെഷീൻ വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് തന്നു. പെട്ടെന്ന് തന്നെ ചെയ്തു തന്നു. ഒരു 100 ഡ്രമ്മോളം പെട്ടെന്ന് കട്ട് ചെയ്ത് തന്നു. അങ്ങനെ ചെയ്യാം. അപ്പോൾ ഇത് കട്ട് ചെയ്തിട്ട് കഴിയുവാണെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിരിക്കും. കാരണം നമുക്ക് കണ്ടുകൊണ്ട് കഴുകാം, ഈ ഒരു ഹോളിൽ കൂടെ അല്ലാതെ. അതിനുശേഷം നമ്മൾ വെള്ളം പോകുന്നതിന് വേണ്ടിയുള്ള കിഴുത്ത് ഇട്ട് കഴിഞ്ഞാൽ ഇത് റെഡിയാണ്. കാരണം നല്ല തിക്നെസ്സാണ്. ഇത് എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും മാറ്റാനോ വെക്കാനോ എടുക്കാനോ ഒന്നും നമുക്ക് പിന്നെ ബുദ്ധിമുട്ടുണ്ടാകത്തില്ല. ഏത് പൊസിഷനിൽ വേണമെങ്കിലും ഇത് കൊണ്ട് നമുക്ക് വെക്കാം. ഗ്രോ ബാഗിനെ പോലെ ഇങ്ങനെ ചെള്ളി പോകത്തൊന്നുമില്ല. നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ഇരിക്കും. കാരണം അത്രയ്ക്ക് തിക്നെസ്സാണ് ഈ പ്ലാസ്റ്റിക്കിനുണ്ട്. ഇതൊരു മെച്ചപ്പെട്ടൊരു കാര്യമാണ്. എൻ്റെ സ്ഥലം പത്തനംതിട്ടയാണ്. ഞാൻ റാന്നി പഴയിടം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു മാർക്കറ്റ് പ്ലേസ് വഴി നോക്കി അങ്ങനെ കണ്ടുപിടിച്ച് പുള്ളി എനിക്ക് സാധനം എത്തിച്ചേരുമായിരുന്നു ചെയ്തത്. അപ്പോൾ നമ്മളത് ചെയ്യുമ്പോൾ കുറേ വർഷങ്ങളിൽ, കാരണം 6 മാസം കൂടുമ്പോൾ നമുക്കിത് മാറ്റി നടാനും പുതിയത് നട്ട് എടുക്കാനും നമുക്കിത് സഹായിക്കും. കാരണം ഒന്നും പുറത്ത് പോകത്തില്ല. തറ നമ്മുടെ മുറ്റത്തൊക്കെ ഈ ടൈലൊക്കെ ഇട്ടേക്ക് വെച്ചേക്കുകയാണെങ്കിൽ തറ അഴുക്കാവത്തില്ല, ലീക്കായിട്ട്. അങ്ങനത്തെ ഒരുപാട് ഗുണങ്ങൾ ഇത് വെച്ചുണ്ടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എത്ര വർഷം വേണമെങ്കിലും ഇത് യൂസ് ചെയ്യാം. അതുകൊണ്ടാണ് ഞാൻ ഇതിനെ പ്രിഫർ ചെയ്യാൻ പറഞ്ഞത്. കാരണം നമ്മളത് ഉപയോഗിച്ച് നോക്കിയിട്ടാണ് പറഞ്ഞത്. ബാക്കി പിന്നെ 1-2 വേറെ കാര്യങ്ങളോട് നടന്നതും കൂടെ ഞാൻ കാണിച്ചു തരാം. നമുക്ക് അങ്ങോട്ടൊന്ന് പോകാം. നമ്മൾ ചെടിച്ചട്ടി ഗ്രോ ബാഗും ഇല്ലാതെ ഇത് എടുത്തതിൻ്റെ പ്രധാന കാരണം, ചെടിച്ചട്ടി ഒരു വർഷം കൊണ്ട് അത് പൊടിഞ്ഞു പോകും. ഈ കരിഞ്ഞ് കാണിച്ചു തരാനെ കൊണ്ട് ലാക്കിൽ കൊടുത്തു അതങ്ങ് പൊട്ടിപ്പോവും. പൊട്ടിന്ന് കഴിഞ്ഞാൽ വെയിൽ കൊണ്ടിട്ട് അത് പെട്ടെന്ന് പൊട്ടി. നമ്മൾ എത്ര വില തന്നു പറഞ്ഞാലും അത് പൊട്ടിപ്പോകും. അല്ലെങ്കിൽ ഹൈ ക്വാളിറ്റി ചെടിച്ചട്ടി വാങ്ങിക്കണം. അതിൻ്റെ പ്രൈസ് ഒരിക്കലും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൈസ് അല്ല. കാരണം അത്രയും വില കൊടുത്ത് അതിനെക്കാട്ടും നല്ലത് നമ്മൾ വിചാരിക്കും മണ്ണിൽ നടന്നായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. നമ്മൾ ഇതിനകത്തിൽ നടേണ്ട കാര്യം എന്ന് വെച്ചാൽ, മണ്ണിൽ നടത്തുന്നത് വെച്ചാൽ സ്ഥലപരിമിതി ഉള്ളവർക്കും ഈ പറഞ്ഞാൽ നമുക്ക് ഇടുന്ന വളവും കാര്യങ്ങളെല്ലാം ഇതിന് തന്നെ കിട്ടും. അതുകൊണ്ടാണ് നമ്മൾ ഇതിനകത്ത് നടാൻ ശ്രമിക്കുന്നത്. കാരണം ഇത് തന്നെ റിപ്പോർട്ട് ചെയ്ത് നമുക്കിങ്ങനെ നട്ടുകൊണ്ടിരിക്കാം. അപ്പോൾ എത്ര കാലം വേണമെങ്കിലും നമുക്കിത് നടാം. ഒത്തിരി സ്ഥലമൊന്നും ഇല്ലാത്തവർക്ക് മുറ്റത്തും അടുക്കള ഭാഗത്തും എല്ലാം ഇതുപോലെ വെച്ചിട്ട് നമുക്ക് നടാൻ സാധിക്കും. മണ്ണൊന്നും അധികം അധികം വേണമെന്ന് നമുക്ക് നിർബന്ധമൊന്നുമില്ല. ഇത് മിശ്രം വെച്ചേക്കാം. അപ്പോൾ നമുക്ക് ഇതിനകത്ത് എക്സ്പെൻസ് വരുന്ന പറഞ്ഞാൽ ഈ ഒരു പോട്ടിന് 130 രൂപയ്ക്കാണ് എനിക്കിത് കിട്ടിയേക്കുന്നത്. 130 രൂപയ്ക്ക് കിട്ടുമ്പോൾ 2 പോട്ട് കിട്ടും നമുക്ക്. 130 രൂപയ്ക്ക് 2 പോട്ട് കിട്ടും. ഈ 2 പോട്ട് കിട്ടി കഴിഞ്ഞാൽ 65 രൂപ റേഞ്ചിൽ നമുക്കൊരു പോട്ടിനാവുന്നുള്ളൂ. അപ്പോൾ അതൊരു ലാഭകരമായ കാര്യമാണ്. 65 രൂപയ്ക്ക് നമുക്കിത് കിട്ടുന്നത്. അപ്പോൾ ചെടിച്ചട്ടി അപേക്ഷിച്ച് നോക്കുവാണെങ്കിൽ വളരെ ലാഭകരമാണ്. ഗ്രോ ബാഗിനെ വെച്ച് നോക്കുമ്പോൾ, കൂടിയ ഗ്രോ ബാഗിനെ വെച്ച് നോക്കുവാണെങ്കിൽ ഇത് ലാഭം തന്നെയാണ്. പക്ഷേ ആദ്യം എടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു കഴുകാനും ഒക്കെ ഉള്ളൊരു മെനക്കേടും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ലാഭകരമായിട്ട് തന്നെ നടാൻ സാധിക്കും.
ചീരവിത്ത് നടാൻ പോകണം. ഇപ്പം ഞാൻ പ്രൈസ് പറഞ്ഞതും ഏകദേശം ഡ്രമ്മിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണമല്ലോ. ഇനി ചീരവിത്ത് മാത്രമല്ല, കുറച്ച് വിത്തുകൾ നടുന്നുണ്ട്. അതിൽ ചീരവിത്ത് ഇതെല്ലാം നട്ടതിന് ശേഷം ഇത് വളർന്നു കഴിയുമ്പോൾ ഉള്ളൊരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മളിതിൽ ഒരു ശേഷം വെണ്ട നട്ടിട്ടുണ്ടായിരുന്നു. ആ വെണ്ട പോയി, അത് കഴിഞ്ഞ് സീസൺ കഴിഞ്ഞു, 6 മാസം എടുത്തു. അതുകൊണ്ട് അത് കാണിക്കാഞ്ഞ്. അപ്പോൾ അടുത്ത വിത്ത് നട്ട് കഴിഞ്ഞാൽ അത് വളരുമ്പോൾ അതിൻ്റെ വീഡിയോ നമ്മൾ കാണിക്കും. കാരണം യൂട്യൂബ് തുടങ്ങുന്നതിന് മുമ്പായിരുന്നു വെണ്ട നട്ടതൊക്കെ. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ പറഞ്ഞ പോലെ 130 രൂപയ്ക്ക് നിങ്ങളത് ചെയ്യാൻ പറ്റുമെങ്കിൽ ലാഭകരമായ ഒരു കൃഷി ചെയ്യാൻ പറ്റുന്ന ചെടി എന്ത് വേണമെങ്കിലും നടാമല്ലോ. അതിന് ലാഭകരമാണ് ഈ സാധനം. പോട്ടിൽ ചെടിച്ചട്ടി അപേക്ഷിച്ച് ഭംഗി നോക്കുന്നില്ല ആദ്യം ഒരു ശേഖരം മെനക്കൊണ്ട് കഴുകിയെടുക്കുന്നില്ലെന്നുണ്ടെങ്കിൽ ഇതൊരു ലാഭകരമായ. ഇതുപോലുള്ള ഡ്രമ്മിൽ നട്ടില്ലെങ്കിലും പ്ലാസ്റ്റിക് കവറിലായാലും ഗ്രോ ബാഗിലായാലും കിട്ടുന്നതെല്ലാം നിങ്ങൾ ഓരോ പച്ചക്കറി, എന്തെങ്കിലും തക്കാളി, വെണ്ടയ്ക്ക ഇങ്ങനെയുള്ളതൊക്കെ നടണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. കാരണം വർദ്ധിച്ചു വരുന്ന ഈ പച്ചക്കറിയുടെ ചിലവ് ഒഴിവാക്കാനെ കൊണ്ട് നമ്മുടെ വീട്ടുമുറ്റത്ത് ഇതുപോലെ ചെറിയ പാത്രങ്ങൾ നടുന്നത് ഏറ്റവും നല്ലതായിരിക്കും. അപ്പോൾ ഡ്രം എന്ന് പറഞ്ഞത് കുറേ നാളുകൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുള്ള അങ്ങനെ ഗുണങ്ങളുള്ളതാണ് ഞാൻ ഡ്രമ്മിനെ പ്രിഫർ ചെയ്ത് പറഞ്ഞത്. എങ്കിലും നിങ്ങൾ എല്ലാവരും ഇൻഡിവിജ്വലായിട്ട് പച്ചക്കറി ചെയ്യണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ എൻ്റെ ചാനലൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക്, കമൻറ്റ് ചെയ്യുക. കുഞ്ഞു കുഞ്ഞു കൃഷിയുമായിട്ട് ഇനിയും വരും.